have their odors still marching on, no matter what life might bring. ചേച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ ആള് ഞങ്ങൾക്ക് ചേച്ചിയല്ല ആക്ച്വലി അമ്മയപ്പനെയാണ് എപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ കെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലെ എപ്പോഴും കൂടെ തന്നെ കാണും. ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആള് എടുത്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങളെ പഠിക്കാൻ ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊക്കെ കളിമതി പഠിപ്പിക്കും. പിന്നെ ഫുഡാണെങ്കിലും ഞങ്ങൾക്ക് അമ്മയില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഭയങ്കര കെയറിങ് ആണ്. പിന്നെ മോർ ദാൻ എ ഫ്രണ്ട് ലൈക്ക് സിസ്റ്ററാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യും. പിന്നെ ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾക്ക് ഒരു ബ്രദർ ഇല്ലായിരുന്നു. അപ്പൊ അച്ചാച്ചനെ ഞങ്ങൾക്ക് കിട്ടി. അച്ചാച്ചനും ഭയങ്കര ഫ്രണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു അച്ചാച്ചനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ചോറ് വാരിയൊക്കെ തരുമായിരുന്നു. അച്ചാച്ചനെ ഞങ്ങൾക്ക് കിട്ടിയതിലും ചിന്തിയേച്ചിക്ക് അച്ചാച്ചനെ കിട്ടിയതിലും വെരി ഹാപ്പി. ഓൾ ദ ബെസ്റ്റ് ചിന്തിയേച്ചി ആൻഡ് അച്ചാച്ച. ഓൾ ദ ബെസ്റ്റ് ചിന്തിയേച്ചി ആൻഡ് അച്ചാച്ച. വി ലവ് യു സോ മച്ച്. വി ലവ് യു. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നറിവ് ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹത്തിലാകാൻ പോകുന്ന ഞങ്ങളുടെ ശ്വേതയും വ്യക്തിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സംരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ വസിക്കുകയും അവർ ജീവനെ കൃപിക്ക് നിങ്ങളുടെ കൂട്ടവകാശങ്ങളെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിഘ്നം വരുത്താതിരിക്കാൻ വേണ്ടിയാകുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരോട് കൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടാനിടയാകണം. മുടി പിന്നുന്നതോ സ്വർണം അണിയുന്നതോ മോടിയായ വസ്ത്രം ധരിക്കുന്നത് പോലെ ബാഹ്യമാകരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടുകൂടി ഹൃദയത്തിന്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വന്തം അലങ്കരിച്ചത്. ഇങ്ങനെ സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധിയായിരിക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി ഭവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി.
ഈ കൂതാശയിൽ നമുക്ക് പറ്റുപുറമൊക്കെ ചേരാം. ജീവിതകാലം മുഴുവൻ ഈശ്വരമായ ജീവിതം നയിക്കുന്നവരായത് നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ദൈവം ഭക്തിപൂർവ്വം നമുക്ക് ചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ും
അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീക്ഷിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷരാകുന്ന അങ്ങേക്ക് ബഹുമാനം സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിലൂടെ നടത്തുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നിന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കില്ല എന്ന് ചിലർത്താവ് ഈ നമ്മുടെ പ്രതിമാന്റെ ജീവിതത്തെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ പരിപാലിക്കുന്നതിനുമാകുന്നു ഞങ്ങളെപ്പോൾ നിങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമുടിയായ പിന്നെമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യേകിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളിൽ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എതിരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. നിങ്ങളെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവിതായമായ തുല്യ അവകാശം എന്നതിനെയും അവരുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നിത്യജീവൻ അതിമോദം സത്യവചനം സുവിശേഷം നിത്യജീവൻ അതിമോദം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധനും മഹോത്സവയിച്ച യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പരിസയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. സത്യയുടെ ആരംഭം മുതലേ ദൈവം അവളെ പുരുഷനെ സ്ത്രീയുമായി ശ്രദ്ധിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ.
പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, നവനിർമ്മിതിമാരായ ശ്വേത, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധത്തെയും ശ്വേതയുടെയും വിവാഹ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് ഇവർ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നതിനും എല്ലാ നന്മകളും ആശംസിക്കുന്നതിനും വേണ്ടി കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നുചേർന്നിരിക്കുകയാണ്. ഇവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെയേറെ പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങളാണ് നമുക്കറിയാം. തകർച്ചേട്ടനും മേരിവിലൂടെയുണ്ട്. വർഷങ്ങളായി നേരിട്ട് കണ്ടിട്ടെങ്കിലും ഇന്ന് ഇവിടെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. അവരുടെ ഏകമകൻ വേർത്ത് കൊച്ചുനാളിനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അവരെ കൊച്ചായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഒരിക്കലും നേരിട്ട് കാണാൻ എനിക്ക് അവസരം ലഭിച്ചതില്ല. പക്ഷേ അയൽവക്കകാരെന്നുള്ള നിലയിൽ ആ ഒരു ഹൃദയബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിരൂപതയിലെ 2 അച്ഛന്മാരുടെ പട്ടപ്പോൾ നടക്കുകയാണ്. എങ്കിലും ഈ ഒരു കാര്യം അവർ തന്നെ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഞാൻ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ശ്വേതയ്ക്ക് അധികം പരിചയമില്ല. എങ്കിലും ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയക്കാർ ചോദിച്ചതിന്റെ അറിവ് എനിക്കുള്ളൂ. വർഗീസിന്റെ ഇവിടെ ഉണ്ട്. അവരുടെ കുടുംബവും കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കുടുംബം. അങ്ങനെ 2 നല്ല കത്തോലിക്ക കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന നിങ്ങളെ ദൈവം ഒരു കുടുംബമായിട്ട് ഉയർത്തുകയാണ്. ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത്, ഈ വലിയ കൃപയെ ഓർത്ത്, ദാനത്തെ ഓർത്ത് നന്ദി പറയണം. വിവാഹത്തില് ദമ്പതികള് ആശീർവദിക്കുന്ന ദൈവം സന്തോഷിക്കുകയാണ്. അവിടുത്തേക്ക് സന്തോഷം പകരുന്നതായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് നമ്മിൽ സന്തോഷിക്കാൻ സാധിക്കണം. പഴയ നിയമത്തില് ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നോഹിന്റെ ആ കാലത്തെ ജലപ്രളയത്തിന് മുമ്പ് ദൈവത്തിനുണ്ടായ ഒരു വേദനയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വചനം പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ഒത്തിരിയേറെ സന്തോഷിച്ചു. എല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ആ ദൈവം അവസാനം വേദനിച്ച്, അവിടുത്തെ ഹൃദയം വേദനിച്ച്, മനുഷ്യന്റെ ദുഷ്ടത കണ്ട് ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചതെന്നാണ്. എന്നാൽ നമ്മുടെ ദൈവമായ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ നല്ല ജീവിതം കണ്ട് ദൈവത്തിന് സന്തോഷിക്കാനില്ല. നമ്മുടെ സന്തോഷിക്കാനായിട്ടറിയാം. നമ്മുടെ ആരാധന ക്രമത്തിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. പുതിയ ക്രമത്തില് മാലാഖമാർ പാടുന്ന സമയം സ്വർഗം സന്തോഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാണ് വിവാഹത്തിന്റെ ആ ആരംഭകാലം പാടുന്നത്. പുതിയ ക്രമത്തിൽ വാസ്തവത്തിൽ സ്വർഗം സന്തോഷിക്കുകയാണ്. ഭൂമിയിൽ 2 വ്യക്തികളെ, ദമ്പതികളെ ആശീർവദിച്ച് കുടുംബമായി ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നു. ദൈവം സന്തോഷിക്കുന്നു. ആ ദൈവത്തിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എല്ലാം നിങ്ങളെ പ്രതി ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സ്നേഹിതരുടെയും എല്ലാ പേരില് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നാൽ ഈ ജീവിതം ധന്യമായി തീരാൻ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ദൈവകരങ്ങളിൽ നിന്ന് നിങ്ങൾ പരസ്പരം സ്വീകരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാർമിക നിങ്ങളോട് ചോദിക്കും, മിശിഹായുടെ പ്രബോധനങ്ങളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ശ്വേതയെ നിന്റെ ഭാര്യയായി
ബന്ധത്തിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ ഈ വ്യവസ്ഥകളോടുകൂടി സ്വീകരിക്കുന്നു എന്ന് പറയും. തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സ്വീകരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഹൃദയത്തിനൊരു സ്വീകരണം വേണം. നമ്മുടെ മനസ്സമ്മതത്തിന് ഞാൻ മനസ്സമ്മതമായിരുന്നു സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ദൈവകരങ്ങളിൽ നിന്ന് നിങ്ങൾ പരസ്പരം സ്വീകരിക്കുക. ദൈവം എനിക്ക് നൽകിയവരെന്നാണ് ആദം ഹവ്വയെ കുറിച്ച് പറഞ്ഞത്. ദൈവത്തെ നീ എനിക്ക് നൽകിയവരാണ് ഈ പണി ചെയ്തതെന്നാണ് ദൈവത്തോട് പറയുന്നത്. പക്ഷെ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ദൈവമാണ് ഹവ്വയെ എനിക്ക് കൂട്ടാളിയായിട്ട് തന്നത് എന്ന ബോധ്യം, പങ്കാളിയായി നൽകിയതെന്ന ബോധ്യം. ഈ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ പരസ്പരം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഭാര്യയായി ഭർത്താവായി ഒരു കുഴപ്പവും വരികയാണ്. അപ്പൊ നിങ്ങൾ ദൈവത്തെ ഓരോ ഭാര്യയെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ സ്വയം സാധിക്കും. കാരണം ദൈവം എനിക്ക് തന്നവരാണ് പങ്കാളി എന്ന് പറയുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും നമ്മൾ ദൈവം ഞങ്ങളെ ഒന്നിപ്പിച്ചു. ദൈവമേ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയും. ഞാൻ പലപ്പോഴും ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിംഗില് ആളുകൾ വരുമ്പോൾ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ വിവാഹം നടക്കാത്ത യുവതിവാക്കള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരാൻ കാത്തിരിക്കുന്ന ആ ഒരു കാലഘട്ടം, പ്രായം കഴിഞ്ഞു പോകുന്ന അസ്വസ്ഥപ്പെടുന്നു, പങ്കാളിയെ കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ അവിടെ അസ്വസ്ഥത കണ്ടിട്ടപ്പോ ദൈവത്തിന് വലിയൊരു ദാനമാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിംഗ് ആണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നത് ഈശോയാണെന്ന ബോധ്യം. അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഈശോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ നാഥനായിട്ട് വാഴണം. നമ്മുടെ കത്തോലിക്കാ കുടുംബങ്ങളുടെ പ്രധാന കവാടത്തിൽ നമ്മളൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്കാറുണ്ട്. ഈശോ ഈ കുടുംബത്തിന്റെ നാഥനെന്നാണ് എഴുതി ഒട്ടിക്കുന്നത്. വലിയ അർത്ഥമാണത്. കാരണം ഒരു കത്തോലിക്ക കുടുംബത്തിന്റെ യഥാർത്ഥ നാഥൻ എന്ന് പറയുന്നത് ഈശോയാണ്, ഈശോ ആയിരിക്കണം. ബർത്തിന്റെയും ഈശോയുടെയും കുടുംബ ജീവിതത്തിലും ഈശോയായിരിക്കണം നിങ്ങളുടെ നാഥനും സംരക്ഷകനും വഴികാട്ടി. വഴിതെറ്റിലൊരിക്കലും അസ്വസ്ഥത ബാധിക്കുന്നതാണ്. അവിടുത്തെ സംരക്ഷണയുടെ തണലിൽ നിങ്ങൾ സുരക്ഷിതരായി ജീവിക്കണം. കാരണം നമ്മൾ എത്ര വലിയവരാണെങ്കിലും നമ്മൾ ബലഹീനരാണ്, മനുഷ്യരാണ്, പരിമിതികളുള്ള വ്യക്തികളാണ്. ആ പരിമിതികളെ അതിജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് എല്ലാം സാധ്യമായ കർത്താവാണ്. നമ്മുടെ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും ഈശോയുടെ തിരുമുഖത്തിന്റെ രൂപം നമ്മൾ പ്രദർശിച്ചിട്ടുണ്ട്. ആ ഈശോയാണ് നാഥൻ എന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിനോടുള്ള ഒരു ബന്ധം പാലിച്ച് ജീവിക്കാൻ കഴിയും, ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ കഴിയും. മൂന്നാമതായി, നിങ്ങളുടെ നല്ല ജീവിതം കണ്ട് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച കാര്യം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകത്തക്ക വിധം ധന്യമായ ഒരു ജീവിതം നയിക്കും. പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനം. അവിടെ ഈശോ പറയുകയാണ്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് ഈശോ പറയുന്നത്. അപ്പൊ മനുഷ്യർ നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ജീവിതം കണ്ട് നിങ്ങളുടെ വീട്ടുകാരും അയൽക്കാരും ജോലിക്കാർ സാഹചര്യങ്ങളിൽ നിങ്ങളോട് വസിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകത്തക്ക വിധം നിങ്ങളുടെ ജീവിതം നന്മയുള്ളതായിരിക്കട്ടെ. അതുവഴി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ധന്യമായ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് അവിടുത്തെ ഉയരുന്ന കരം
ജീവിതയാത്ര ആരംഭിച്ച് പൂർത്തിയാക്കാൻ നല്ലവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വചനമാ സന്തോഷത്തോടെ ഉദ്ദേശത്തോടെ ആനന്ദിക്കുന്ന ജീവിതം വിജയകരമായ വാക്യങ്ങളെ അനുഗ്രഹിക്കുന്നത് അങ്ങയുടെ ശാന്തിയും സമാധാനവും വിവരങ്ങളിലും അങ്ങയുടെ ദാസന്മാർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യവിജയം നേടുവാൻ ഇവരെ അന്തരാക്കുകയും ചെയ്യണമെന്ന് അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാജന്റെ പ്രിയ സഹോദരരെ, ഈ മധുരമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാജന്റെ മറ്റ് എൻ്റെ സഹോദരിയുടെ മകനാണ്. ഞാൻ കർത്തവ്യമാകുന്നതാണ്. ഞാൻ തൊടുപുഴയിൽ നിന്നും വരുന്നു. മറ്റ് ആലപ്പുഴയിൽ നിന്നും വരുന്നു. ഇവരെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുകയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിവാഹ ഉടമ്പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മറ്റ് നിശ്ചിതമായ നിയമവും തിരിച്ചവരുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി ശ്വേതയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ശ്വേത നിശ്ചിതമായ നിയമവും തിരിച്ചവരുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി തന്നെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. വധുവരന്മാർ നിങ്ങൾ തമ്മിലുള്ള ഈ വിവാഹ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വളരെ ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹാ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുരുഷമരണമൊക്കെയായി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ നിർമ്മിക്കുന്നു
ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സന്തോഷപൂർവ്വം ചെയ്യിക്കുവാനും എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രസിദ്ധരാക്കി ജീവിക്കുവാനും ഇതിൽ ഉചിതമായിരിക്കുന്ന വിശ്വാസികൾക്ക് ശക്തമാകട്ടെ. ഇത് വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ബോധനത്തിലും കർത്താവായ ദൈവത്തെ ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോചനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും മന്ത്രമോടി പ്രഭാതത്തിൻ്റെ അനുസരണ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന രാജന്യമായ ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമത്തോടും പരസ്പര സ്നേഹത്തോടും കൂടി അങ്ങേറ്റേക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയ പരിശുദ്ധ സഭയും മഹത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെയും ലോകത്തിൽ നിഷ്ഠരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷിതരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിരതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിന്ന് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
care for all my friends.
I see beauty in your kindness. Oh, I'll never want more than you and me, 'cause you're right here, and it's all I need from you. Forever, dear, my soul will cling to you, and I know that we're the simple kind of love, and we don't need anything but us. Ooh, ooh, ooh. Cause you're right here, that's all I need from you. Forever, dear, my soul will cling to you, and I know that we're the simple kind of love, and we don't need anything. We don't need anything. നമുക്കൊരു നല്ലൊരു കൈൻഡ് നൽകി തന്നെ അവരുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീലങ്ക ശ്വേത വിവാഹിതരായിരിക്കുകയാണ്. ലിറ്ററലി സെയിം ദേ ആർ ജസ്റ്റ് മാരീഡ് അല്ലെ. ഇപ്പൊ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഈ ഒരു പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. സോ ആദ്യം തന്നെ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. എൻ്റെ പേരിലും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആൻഡ് ആദ്യം തന്നെ നമ്മുടെ ഇവർ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂപ്പിനെയും ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു നമ്മുടെ ഹാൻസം ഗ്രൂമിനെയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. Mirth Thomas Abbott from Abbott family. He has completed Bachelor and Masters of Biomedical Engineering and he is currently working as Merck Technical Engineer. And നമ്മുടെ beautiful bride Shweta Varghese from Illathuparambil family. She has completed her Masters in Computer Science Engineering and she is presently working as Software Engineer at Agma Systems. ഇതാണ് നമ്മുടെ ബ്രൈഡിനെ കുറിച്ചും ഗ്രൂമിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഇനി ഒട്ടും വൈകാതെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ ലെറ്റ് മീ ഇൻവൈറ്റ് നമ്മുടെ മെർത്തിന്റെ പാരന്റ്സിനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വേദിയിൽ വെൽക്കം ചെയ്യുന്നത്. Mr. Thomas Abbott, who is working as service technician at ITW, and Mrs. Mary Thomas Abbott,
who's a registered nurse. രണ്ടുപേരെയും നമുക്ക് വളരെ നല്ലൊരു ഗൈഡ് നൽകി തന്നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ നമുക്ക് നമ്മുടെ ബ്രൈഡിന്റെ ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്വേതയുടെ പേരൻസ് മിസ്റ്റർ വർഗീസ് ഇല്ലത്തുപറമ്പിൽ, who's a successful businessman, and her mother Mrs. Gracema Varghese, who's a lovely homemaker. രണ്ടുപേരെയും ഞാൻ നെയിം ചെയ്തൊരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And Shilpa Varghese, who's doing Bachelor's of Dental Science at AJ Institute of Dental Science, Bangalore. രണ്ടുപേരെയും ഞാൻ നെയിം ചെയ്തൊരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹ ആൻഡ് ശിൽപ. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മളിവിടെ തുടങ്ങാറ്. ഇവിടെയും നമ്മൾ ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല. ഈ ഒരു ഭദ്രദീപം തെളിയിച്ച് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ന്യൂ ലൈഫും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചടങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായി ലെറ്റ് മീ ഇൻവൈറ്റ് ബെർത്ത് ആൻഡ് ശ്വേത, അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Let me invite നമ്മുടെ മെറിറ്റിന്റെ അച്ഛനെയും അമ്മയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ദീപം കൊളുത്താനായിട്ട്. അടുത്തതായി ശ്വേതയുടെ പേരൻസ് രണ്ടുപേരും കൂടി ചേർന്ന് ഒരുമിച്ച് ഈ ഒരു ദീപം കത്തിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് നമ്മുടെ ശ്വേതയുടെ സിബ്ലിങ്സ് ശിൽപ ആൻഡ് സ്നേഹ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ ഈ ദീപം കത്തിക്കുന്നതായിരിക്കും. എൻ്റെ കുടുംബത്തിൽ ആദ്യമായി വന്ന കുഞ്ഞ് മകളും ചുറ്റുമാണ്. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ പിതാവിനോടും മാതാവിനോടും അതുപോലെ തന്നെ എൻ്റെ പെങ്ങളോടും ഭർത്താവിനോടും ഞങ്ങളുടെ മറ്റുള്ള കുടുംബ സുഹൃത്തുക്കളോടും എല്ലാം ചെറുപ്പം മുതൽ നല്ലൊരു സ്നേഹത്തോടും പ്രത്യേക ഒരു രീതിയിലാണ് അവർ സ്നേഹമായി ഇടപെട്ടത്. ആ ഒരു ജീവിത സാഹചര്യവും അവൾ മുമ്പോട്ട് പഠിക്കുവാൻ പല സ്ഥലങ്ങളിലും പല രീതിയിലും പഠിക്കുകയും പോവുകയും അവിടെയൊക്കെ നല്ലൊരു ഉയർച്ച ദൈവം കൊടുത്തു. അതോടൊപ്പം തന്നെ അവൾ ദൈവത്തിൻ്റെ അടുത്ത് പള്ളിയിലാണെങ്കിലും വേദപഠത്തിലാണെങ്കിലും എല്ലാം അവൾ ഭംഗിയായി അവിടെയെല്ലാം അവൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായി ഒരു മാതൃക കൊച്ചായിക്കൊണ്ട് കുഞ്ഞുമോളായിക്കൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അവളെ ഇന്ന് വിവാഹ ജീവിതം ആരംഭിക്കുകയാണ്. അവളുടെ ഭർത്താവ് ആ ഒപ്പം തന്നെ ഞാനൊരു 20 ദിവസമായുള്ള പരിചയപ്പെട്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ
അതേ സ്വഭാവക്കാരൻ തന്നെയാണ് ഭർത്താവ് എന്ന് എനിക്കറിയാം. ആ വിശ്വാസത്തിന് പുറത്ത് തന്നെ നമുക്ക് നല്ലൊരു കുടുംബജീവിതം എൻ്റെ പേരിലും എൻ്റെ വ്യക്തിപര പേരിലും അവരുടെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ആശംസിക്കുന്നു. Take over me, over every rushing memory, if only for a moment. Oh, this could be my last chance. Sail on with me, up here we know we're safe from the crashing wind. Talk to me from the lungs of the air your heart is breathing. If only for a moment. Oh, this